16 വയസ്സുള്ള ആദിത്യയുടെ മരണം, കൊറിയൻ സുഹൃത്തിന്റെ ആ ഒരു വേർപാട് താങ്ങാനാവാതെ മരിച്ച ആദിത്യയെ പറ്റി ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. ഇത് അച്ഛനും അമ്മയ്ക്കും ഒറ്റ കുട്ടി. അപ്പോൾ ടീനേജ് തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാകാം, അല്ലെങ്കിൽ കുട്ടി നിർബന്ധിച്ചിട്ടാകാം. എന്തായാലും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. അതിന്റെ പുറകിൽ തന്നെ ഇൻസ്റ്റ, അതേപോലെ കൊറിയൻ കുട്ടികൾക്കെല്ലാം ആ ഒരു ടീനേജ് തുടങ്ങുമ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കൊറിയൻ സോങ്സ്, കൊറിയൻ സീരീസിനോട് എന്തെന്നില്ലാത്ത ഒരു പ്രേമമാണ്. ഏതായാലും കൊള്ളാം. ഇതുവഴി ചാറ്റ് വഴിയാണ് കുട്ടി ഈ സോ കോൾഡ് കൊറിയൻ ഗൈ, അത് തന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുന്നു. പോലീസ് എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പൊ കുട്ടിയുടെ ഫോൺ ലോക്ക്ഡാണ്. ഇത് കഴിഞ്ഞ് ഇതിനകത്തെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴായിരിക്കാം ഇതിനെപ്പറ്റി കൂടുതലുള്ള ഡീറ്റെയിൽസിലോട്ട് പോകുന്നത്. സോ കോൾഡ് ഈ കൊറിയൻ ആള്, ഈ കുട്ടിയുടെ കാമുകൻ മരിച്ചതിനെ തുടർന്ന് അതിന്റെ വേർപാട് സഹിക്കാനാവാന്നാണ് കുട്ടി സൂയിസൈഡൽ നോട്ട്, കൊറിയൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ആയിട്ട് സൂയിസൈഡൽ നോട്ട് എഴുതി വെച്ചിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങളിപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആപ്പ് എടുക്കുമ്പം പല ആപ്പുകളും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഇതിന്റെ പിന്നിൽ എന്താണ് ഒന്നും അറിയില്ല പാരന്റ്സിന്. നമുക്കിത് അറിയില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ബോധം കുട്ടികൾക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ ഇൻസ്റ്റയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു അനുമതി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയണം ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനകത്തെ നടക്കുന്നത്, എന്ത് ഗെയിമാണ് കുട്ടികൾ കളിക്കുന്നത്, ഇതൊക്കെ എന്താണ് ഏതാണ്. ഒരു മൊബൈൽ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് മിനിമം എന്തൊക്കെ ആപ്പുകളാണ് കുട്ടികൾക്കുള്ളത്, ഏതൊക്കെ കൺട്രോൾ ചെയ്യണം, ഏതൊക്കെ ടൈമിൽ നമ്മൾ കൊടുക്കണം, നമ്മൾ വേണം അവരുടെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഫുൾ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവർക്ക് നേരെ പോകല്ലേ. ഈ ടീനേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തോട്ടുള്ള ഒരു ക്രുക്കഡായിട്ടുള്ള മൈൻഡ് സെറ്റ് ഒന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കില്ല. ദോ ദേ ഫീൽ ദേ ആർ റിയലി ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും നമ്മൾ പറയുന്നൊന്നും കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. പറയുന്ന ഒന്നും ആ സെൻസിൽ അവർക്ക് മനസ്സിലാവത്തില്ല. അത് ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങേയറ്റം എഡമെന്റ് ആണ്, വാശിയാണ്, ദേഷ്യമാണ്, തങ്ങള് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രായമാണ്. നമ്മളും അതിലൂടെ കടന്നു പോയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഒന്നുകിൽ നമ്മൾ അതിൽ അവെയർ ആയിരിക്കണം എന്താണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഫേസ് മാത്രമല്ല, അപ്പുറത്തൊരു ഫേസ് ഉണ്ട്, ടീനേജ് ആണ് എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നമുക്കും ഒരു ബോധം വേണം. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്കത് പറയാൻ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ ആദ്യം തന്നെ അതൊന്ന് ക്ലിയർ ചെയ്താൽ ഒരു പക്ഷേ ഇതേപോലത്തെ ഡേഞ്ചേഴ്സിൽ നിന്ന് കുട്ടികൾക്ക് കുറച്ച് മുമ്പേ തന്നെ അതൊന്ന് അറിഞ്ഞ് അതിൽ നിന്നൊന്ന് പിന്മാറാൻ അവർക്ക് പറ്റിയേക്കാം.